മരുതൂർക്കുളങ്ങര തെക്ക് നെടിയവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ജനുവരി 5 മുതൽ 11 വരെ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ജനുവരി 4 ഞായറാഴ്ച വൈകിട്ട് 4-ന് വിളംബര ഘോഷയാത്ര നടക്കും. മരുതൂർക്കുളങ്ങര തെക്ക് നെടിയവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ജനുവരി 5-ന് തുടക്കമാകും. 11-ന് സപ്താഹ യജ്ഞം സമാപിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രുക്മിണി സമര ദിവസം വൈകിട്ട് 6:45 മുതൽ രുദ്രപ്രിയ തിരുവാതിര സംഘം നടത്തുന്ന കോൽക്കളി ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവസാന ദിവസം ജനുവരി മാസം 11-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് അപരസ്ഥാന ഘോഷയാത്രയുണ്ട്. അത് മുത്തുകുടയുടെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പ്ലാന്നുള്ളിൽ വടക്കേവശത്ത് കൂടി കിഴക്കോട്ട് വന്ന് തെക്കോട്ട് തിരിഞ്ഞ് വാദ്യത്ത് തെക്കുവശത്തോടു കൂടി വാഴക്കാലിൽ പടിഞ്ഞാറ് വശത്തോടു കൂടി കുളക്കട പടിഞ്ഞാറ് വശത്തോടു കൂടി വന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം തുടർന്ന് യജ്ഞപ്രസാദ വിതരണം, ഇതൊക്കെയാണ് ഈ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപനം. സപ്താഹത്തോടനുബന്ധിച്ച് ജനുവരി 4 ഞായറാഴ്ച വൈകിട്ട് 4-ന് വിളംബര ഘോഷയാത്ര നടക്കും. മരുതൂർക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. രാത്രി 7-ന് ഭദ്രദീപ പ്രകാശനം നടക്കും. യജ്ഞാചാര്യൻ മേഴത്തൂർ സുദർശന നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ കരുനാഗപ്പള്ളി ബ്രാഹ്മണ സമൂഹമഠം പ്രസിഡന്റ് അഡ്വക്കേറ്റ് NK ബാലസുബ്രഹ്മണ്യം ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. വിവിധ ദിവസങ്ങളിൽ പ്രസാദമൂട്ട്, ലളിത സഹസ്രനാമജപം, കോൾക്കളി, നവഗ്രഹ പൂജ, ഭാഗവത പാരായണം, അന്നദാനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികം ഫെബ്രുവരി 28-ന് വിവിധ പരിപാടികളോടെ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യജ്ഞാചാര്യനായ ഭാഗവതോത്തമൻ ബ്രഹ്മശ്രീ മേഴത്തൂർ സുദർശന നമ്പൂതിരി പാലക്കാട്, അദ്ദേഹത്തിന്റെ മാഹാത്മ്യ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും സപ്താഹ യജ്ഞം വളരെ ഗംഭീരമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1-ാം ദിവസം ആരംഭം, 3-ാം ദിവസം അവതാരം, 5-ാം ദിവസം രുക്മിണി സ്വയംവരം, 6-ാം ദിവസം കുചേലാഗമനം, 7-ാം ദിവസം സ്വർഗാരോഹണം. അങ്ങനെ വളരെ ഗംഭീരമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് പെല്ലിപ്പുറം, വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള വടൂർ, സജീവ് പായിക്കുളങ്ങര, അനു, കൃഷ്ണകുമാർ നെടുങ്കോട്ട്, രാജേഷ് പട്ടശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.